വെളിച്ചവും അന്ധകാരവും എന്ന ശീർഷകത്തോടെ ദൈവത്തിന്റെ യഥാർത്ഥ ജനം ആരാണ് എന്നതും ബൈബിളിലെ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ദൈവവചനം പഠിക്കാം. അദൃശ്യമായത് കാണാൻ നമ്മെ അനുവദിക്കുന്നതിനായി എല്ലാത്തിൻ്റെയും പ്രതിനിധിയായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്. എല്ലാവരോടുമായി നിങ്ങൾക്ക് സമയത്തെ കാണാൻ സാധിക്കുമോ? നിങ്ങൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഇടവേളകൾ എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിക്കുമ്പോഴും സമയം കടന്നു പോകുന്നില്ലേ? സമയം കടന്നുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് അദൃശ്യമാണ്. സമയത്തിന്റെ അദൃശ്യമായ ഒഴുക്ക് കാണുന്നതിന് നമ്മെ അനുവദിക്കുന്ന ഉപകരണം ഏതാണ്? അതൊരു ഘടികാരമാണ്. ഒരു ഘടികാരത്തിലൂടെ സമയം വേഗത്തിൽ കടന്നുപോകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ ബൈബിളിലൂടെ ആത്മീയ ലോകത്തെക്കുറിച്ച് ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. നീതിമാന്മാരും ദുഷ്ടന്മാരും, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നവരും അതിന് കഴിയാത്തവരും, ദൈവത്തിന്റെയും സാത്താന്റെയും പ്രവൃത്തികൾ തുടങ്ങിയ ആത്മീയ ലോകത്തിന്റെ കാര്യങ്ങൾ ഈ ത്രിമാന ലോകത്ത് അദൃശ്യമാണ്. അദൃശ്യമായ കാര്യങ്ങൾ കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമല്ലേ ബൈബിൾ? അങ്ങനെയെങ്കിൽ ബൈബിളിലൂടെ നാം എപ്പോഴും അദൃശ്യമായ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഘടികാരത്തിന്റെ കണ്ടുപിടുത്തത്തിനു മുമ്പ്, ആകാശഗോളങ്ങളുടെ മാറ്റങ്ങൾ മനുഷ്യർ അനുഭവപ്പെടുന്നതിനു മുമ്പ് അവർക്ക് സമയത്തിന്റെ ചലനത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കാതെ, ബൈബിളിനെക്കുറിച്ചുള്ള അറിവില്ലാതെ ആത്മീയ ലോകത്തിന്റെ അദൃശ്യകാര്യങ്ങൾ വിവേചിച്ചറിയുന്നത് അസാധ്യമാണ്. അതിനാൽ ഇന്ന് വെളിച്ചം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും ഇരുട്ട് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും ബൈബിളിലൂടെ നാമൊക്കെ കണ്ടെത്താം. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ പ്രത്യേകതകളും നമുക്ക് കണ്ടെത്താം. നമുക്ക് യോഹന്നാൻ 3:16 നോക്കാം. 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവൻ എന്താണ് സംഭവിക്കുന്നത്? അവൻ വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ്കയാൽ ന്യായവിധി വന്നുകഴിഞ്ഞു. ദൈവം ഇതിനകം തന്നെ തന്റെ ന്യായവിധി നടപ്പിലാക്കി. നീ നരകത്തിൽ പോകുക, നീ സ്വർഗത്തിൽ പോകുക എന്ന് ദൈവം പറയുന്നത് നാം സ്വർഗത്തിൽ പോയി കേൾക്കുന്നതിനു മുമ്പ് തന്നെ ഈ ഭൂമിയിൽ നമ്മെ വിധിക്കാൻ അവിടുത്തേക്ക് എങ്ങനെ കഴിയും? ജഡത്തിൽ വന്ന ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി അവിടുന്ന് നമ്മെ വിധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡത്തിൽ വന്ന ദൈവമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ഇതിനകം ഈ ഭൂമിയിൽ വിധിക്കപ്പെട്ടിരുന്നു. അവർ സ്വർഗത്തിലെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മയുഗത്തിൽ ജഡത്തിൽ വന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? അവർ ഇതിനകം വിധിക്കപ്പെടും. അവർ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരുമ്പോൾ പോലും ന്യായവിധി മാറുന്നില്ല. അതിനാൽ ഈ ഭൂമിയിലെ വിശ്വാസം അമൂല്യമാണ്. അങ്ങനെയെങ്കിൽ നാം അവിടുത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ജഡത്തിൽ വാഴുന്ന ദൈവം എങ്ങനെയുള്ളവനാണ്?
നമുക്ക് 19 വാക്യത്തിലേക്ക് നോക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. പ്രകാശം ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. വാക്യം 20. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. എന്താണ് അവർ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ വെളിച്ചത്തെ വെറുക്കുന്നത്? അവർ എന്താണ് ചെയ്യുന്നത്? അവർ തിന്മ ചെയ്യുന്നതുകൊണ്ട് അവർ വെളിച്ചത്തെ വെറുക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അവർ എന്തു ചെയ്യും? അവർ തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. വാക്യം 21. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി അവൻ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. യോഹന്നാൻ 3:16 വാക്യം അനുസരിച്ച് വെളിച്ചത്തിലേക്ക് വരാത്തവർ ദോഷം ചെയ്യുന്നവരാണ്. തിന്മ ചെയ്യുന്നവർ വെളിച്ചത്തെ വെറുക്കുന്നു, വെളിച്ചത്തോട് അടുക്കുന്നില്ല, അവർ അതിനെ നിരസിക്കുന്നു. ദൈവത്തിന്റെ പരിപാലനയാണിത്. അങ്ങനെയെങ്കിൽ 1 യോഹന്നാൻ 1 എടുക്കുന്നതിലൂടെ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. 1 യോഹന്നാൻ 1:5 വാക്യം. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളതു. എന്താണ് ഇവിടെ പറയുന്നത്? ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചം ആകുന്നു. ദൈവം വെളിച്ചമാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡത്തിൽ ഭൂമിയിൽ വന്ന യേശു ആരായിരുന്നു? യോഹന്നാൻ 1:1-14 വാക്യങ്ങൾ അനുസരിച്ച് അവിടുന്ന് ആദിമുതൽ ഉണ്ടായിരുന്ന ദൈവമാണ്. അവിടുന്ന് ജഡത്തിൽ വന്നെങ്കിലും അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് വെളിച്ചമാണെങ്കിലും ആളുകൾ വെളിച്ചത്തിലേക്ക് വരുവാൻ വിസമ്മതിച്ചു. യേശു പ്രസംഗിച്ച രാജ്യത്തിന്റെ സുവിശേഷം അവർ നിരസിക്കുകയും അവനെ ക്രൂശിക്കുകയും എന്ന് ആക്രോശിക്കുകയും ചെയ്തു. അവർ എങ്ങനെയുള്ളവരായിരുന്നു? യോഹന്നാൻ 3 വഴി അവർ ദുഷ്പ്രവൃത്തിക്കാരായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്പ്രവൃത്തിക്കാർക്ക് എന്ത് സ്വഭാവസവിശേഷതകളാണുള്ളത്? അവർ വെളിച്ചത്തെ വെറുക്കുന്നു. അതിനാൽ വെളിച്ചത്തോടുള്ള അവരുടെ പ്രതികരണം എന്താണ്? അവർ അതിലേക്ക് വരുന്നില്ല. 1 യോഹന്നാൻ 1:5 വാക്യം അനുസരിച്ച് വെളിച്ചം ദൈവമാണ്. അവർ ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണത്? തങ്ങളുടെ പ്രവൃത്തികൾ തുറന്നുകാട്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. അതിനാൽ അവർ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അവർ ദൈവം വെളിച്ചത്തേക്കാൾ ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. ദൈവം വെളിച്ചമായതിനാൽ വെളിച്ചത്തിന്റെ വിപരീതം ആരാണ്? അങ്ങനെയെങ്കിൽ അവർ സാത്താന്റെ സൈന്യത്തെ ഇഷ്ടപ്പെടുകയും അവന്റെ ആത്മാവിനെ പിന്തുടരുകയും ചെയ്യുന്നു. തൽഫലമായി വെളിച്ചമായി വന്ന ദൈവത്തെ സ്വീകരിക്കാത്തവർ നരകത്തിന്റെ നിത്യശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ദൈവം ന്യായവിധി നടത്തി. ഒരു ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് രാത്രിയിൽ തെരുവ് വിളക്കുകൾ ഇരട്ടി പ്രകാശം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ തോത് പകുതിയായി കുറയ്ക്കാൻ കഴിയും. അതൊരു വിചിത്രമായ പ്രതിഭാസമാണ്. ഇരുണ്ട സ്ഥലങ്ങളിലാണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. എല്ലാവരോടുമായി സത്യത്തിന്റെ കാര്യത്തിലും വെളിച്ചമായ ദൈവത്തിന്റെ അടുക്കൽ നാം വരേണ്ടതല്ലേ? തിന്മ ചെയ്യുന്നവർ വെളിച്ചത്തെ വെറുക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അവർക്ക് ആത്മാവിലും മണവാട്ടിയിലും വിശ്വസിക്കാൻ കഴിയില്ല. നമുക്ക് വെളിപ്പാട് 22:17 വാക്യം ഒരുമിച്ച് നോക്കാം. 22:17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും.
അവർ എന്താണ് പറയുന്നത്? വരിക എന്ന് പറയട്ടെ. വെളിച്ചത്തിന്റെ മക്കളായ ദൈവമക്കൾക്ക് മാത്രമേ ഈ വാർത്തയിൽ സന്തോഷിക്കാനാകൂ. എന്റെ അടുക്കലേക്ക് വരൂ, വെളിച്ചത്തിലേക്ക് വരുവിൻ. ഇതോടെ സ്വർഗവും നരകവും തമ്മിലുള്ള ന്യായവിധി ഇതിനകം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. തിന്മ ചെയ്യുന്നവർ ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരുന്നില്ല. പിതാവായ ദൈവത്തിലേക്കും മാതാവായ ദൈവത്തിലേക്കും വരുന്നവർ ആരാണ്? വെളിച്ചം ആരാണ്? അവർ വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചത്തിലേക്ക് വരുന്നതിൽ അവർ ആനന്ദിക്കുകയും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുവെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. ഈ യുഗത്തിൽ 2 വിഭാഗങ്ങൾ ഉണ്ട്. ആത്മാവും മണവാട്ടിയുമായ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും സ്വീകരിക്കുന്നവരുമുണ്ട്, അവരെ എതിർക്കുന്നവരുമുണ്ട്. അദൃശ്യ ലോകത്തിൽ ഒരു ആത്മീയയുദ്ധമുണ്ട്. നമ്മുടെ കണ്ണുകളിലൂടെ സമയം കടന്നുപോകുന്നത് നമുക്ക് കാണാൻ കഴിയാത്തതിനാൽ നാം ഒരു ഘടികാരത്തിലൂടെ അളക്കുന്നതുപോലെ ബൈബിളിലൂടെ അദൃശ്യമായ ആത്മീയ ലോകത്തെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ആര് വിധിക്കപ്പെടുമെന്നും ആര് രക്ഷിക്കപ്പെടുമെന്നും അവിടുന്ന് വ്യക്തമാക്കുന്നു. വെളിച്ചമായ ദൈവം നമുക്ക് മാനസാന്തരപ്പെടാനും സ്വർഗത്തിലേക്ക് മടങ്ങാനും വേണ്ടി പല പാതകളും തുറക്കുന്നു. ദൈവം വഴി തുറക്കുന്നുണ്ടെങ്കിലും ഇരുട്ടിന്റെ മക്കൾ എങ്ങനെയാണ് അതിനെയാട് പ്രതികരിക്കുന്നത്? അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അവർ വെളിച്ചത്തെ വെറുക്കുന്നു. അവർ വെളിച്ചത്തെ വെറുക്കുന്നതിനാൽ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കുറിച്ചുള്ള സത്യത്തെയും അവർ വെറുക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ ഇതിനകം ഈ ഭൂമിയിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. നേരെമറിച്ച് വെളിച്ചത്തിൽ വസിക്കുന്ന നാം ഇന്നോ നാളെയോ നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ദൈവം ഉറപ്പുനൽകുകയും വെളിച്ചത്തിൽ നടക്കുന്നതിൽ സന്തോഷിക്കുവിൻ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ചമായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഏതുതരം പാതയാണ് സൃഷ്ടിച്ചത്? നമുക്ക് യോഹന്നാൻ 12-ാം അധ്യായം 46-ാം വാക്യം നോക്കാം. ദൈവം വെളിച്ചം ആകുന്നു എന്ന 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം നേരത്തെ കണ്ട അതേ ദൂതാണിത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ദൈവം ഈ ഭൂമിയിലേക്ക് വെളിച്ചമായി വന്നു, പക്ഷേ അന്ധകാരം അവിടുത്തെ പ്രവൃത്തികൾ തുറന്നു കാട്ടപ്പെടുമെന്ന ഭയത്താൽ അവിടുത്തെ തള്ളിക്കളഞ്ഞു. നാം ഇന്ന് വെളിച്ചമായ പിതാവായ ദൈവത്തെക്കുറിച്ചും മാതാവായ ദൈവത്തെക്കുറിച്ചുമുള്ള സത്യം പ്രസംഗിക്കുമ്പോൾ ചിലർ അവരെ ഒരു കാരണവുമില്ലാതെ വെറുക്കുന്നു. എന്തുകൊണ്ടാണത്? പ്രാകൃതത്താൽ അവർ വെളിച്ചത്തെ വെറുക്കുന്നു. മറുവശത്ത് ഇന്ന് ഇവിടെയുള്ള നമ്മുടെ സാന്നിധ്യം നാം പ്രകാശത്തെ സ്നേഹിക്കുകയും വെളിച്ചത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവായി വർത്തിക്കുന്നു. വാക്യം 46: എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്റെ വചനം കേട്ടു പ്രമാണിക്കാത്തവനെ, അതായത് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എല്ലാവരോടുമായി ആത്മാവായും മണവാട്ടിയായും വന്ന പിതാവായ ദൈവവും മാതാവായ ദൈവവും എന്താണ് പറഞ്ഞത്? കുറച്ചു മുമ്പ് വെളിപ്പാട് 22-ാം അധ്യായം 17-ാം വാക്യം നാം വായിച്ചപ്പോൾ അവിടെ അവർ വരിക എന്ന് പറയുന്നു. വെളിച്ചത്തിലേക്ക് വരിക എന്ന കൽപ്പനയല്ലേ ഇത്? എന്നിരുന്നാലും ആളുകൾ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണത്? അവർ ഇരുളിന്റെ ഭാഗമായതിനാൽ അവർ ഇരുട്ടിനെ സ്നേഹിക്കുകയും വെളിച്ചത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നു.
കാരണം അവരുടെ എല്ലാ ലജ്ജാകരമായ പ്രവൃത്തികളും തുറന്നുകാട്ടപ്പെടും. മറുവശത്ത് നാം വെളിച്ചത്തിലേക്ക് വരുന്നതിൽ ആനന്ദിക്കുകയും വെളിച്ചത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ദൈവം നമ്മുടെ പ്രവൃത്തികളിൽ പ്രസാദിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചമായി വന്ന ദൈവത്തെ ഏത് സത്യവ്യവസ്ഥിതിയാണ് പ്രസാദിപ്പിച്ചുവെന്ന് കാണാൻ നമുക്ക് എബ്രായർ 5-ാം അധ്യായം എടുക്കാം. ഇപ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നു. നാം അവിടുത്തെ മക്കളാണോ അല്ലയോ എന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്ന രംഗം നമുക്ക് കണ്ടെത്താം. എബ്രായർ 5-ാം അധ്യായം 6-ാം വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നു പറയുന്നു. ലഭിച്ചുമിരിക്കുന്നു. വാക്യം 7. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തു തന്നെ മരണത്തിൽ നിന്നു രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ. ആരാണ് പുത്രൻ? അത് യേശുവാണ്. എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു. എന്താണ് ഇവിടെ പറയുന്നത്? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ. മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായിരിക്കുവാൻ യേശു ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടുവെന്ന് ദൈവം നമ്മെ ഉണർത്തുന്നു. തുടർന്ന് മൽക്കീസേദെക്കിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളിലൂടെ നാം വെളിച്ചത്തിലാണോ അതോ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത് എന്ന് നാം കണ്ടെത്തണം. വെളിച്ചമായ യേശുവിനെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി നിയമിച്ചതിനാൽ വെളിച്ചത്തിൽ ജീവിക്കുവാൻ നാമും മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ആയിരിക്കണം. എന്നിരുന്നാലും ഞാൻ ബൈബിൾ വായിക്കും എന്ന് ആളുകൾ പറയുന്നു, എന്നിട്ടും ഈ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുന്നു. ഇത് വിചിത്രമാണ്. പുതിയ നിയമത്താൽ അവരുടെ ലജ്ജ തുറന്നു കാട്ടപ്പെടുന്നില്ലേ? ഞായറാഴ്ച ആരാധന ദൈവത്തിന്റെ ഉപദേശമല്ലെന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുമസ് ദൈവത്തിന്റെ ഉപദേശമല്ലെന്നും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുരിശ് ദൈവത്തിന്റെ ഉപദേശമല്ലെന്നും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരുടെ ആരാധനാ ചടങ്ങുകളെല്ലാം യഥാർത്ഥത്തിൽ അന്യമത ദൈവത്തിന്റെ ആചാരങ്ങളാണെന്നും അവ ദൈവവുമായി ബന്ധമില്ലാത്തവയാണെന്നും ബൈബിൾ വെളിപ്പെടുത്തുന്നതിനാൽ അവർ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സത്യത്തെ തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ വെളിച്ചത്തിലേക്ക് വരില്ല. വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഞായറാഴ്ച ആരാധന വ്യർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വ്യർത്ഥമായിരുന്നു. ഞാൻ കുരിശിനെ ആരാധിച്ചുകൊണ്ട് വിഗ്രഹാരാധന ചെയ്തു. ഇവയെല്ലാം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ വെളിപ്പെടുന്നു. അതിനാൽ അത് ദൈവം തന്നെ നിയോഗിച്ചതാണെന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ വ്യക്തമായി പറയുന്നു. യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അവിടുന്ന് ഈ പദവി ദൈവത്തിൽ നിന്ന് നേരിട്ടാണ് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി 14-ാം അധ്യായം എടുക്കുന്നതിലൂടെ മൽക്കീസേദെക്കിന്റെ ക്രമത്തെക്കുറിച്ച് നമുക്ക് കണ്ടെത്താം. ഉൽപ്പത്തി 14-ാം അധ്യായം 17 വാക്യം. അവൻ കെദൊർലായോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ടു മടങ്ങിവന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേതാഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അവിടുന്ന് എന്താണ് കൊണ്ടുവന്നത്? മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ എന്താണ് കൊണ്ടുവന്നത്? അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ ആരായിരുന്നു? അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു.
അബ്രഹാമിനെ അനുഗ്രഹിക്കാനായി അവൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. വാക്യം 19. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇതാണ് ദശാംശത്തിന്റെ ആദ്യ രംഗം. സ്വാഭാവികമായും ദശാംശം ആർക്കാണ് നൽകേണ്ടത്? ദശാംശങ്ങൾ ദൈവത്തിന് നൽകേണ്ടതാണ്. എങ്കിലും ഉൽപ്പത്തി 14 അധ്യായത്തിൽ അബ്രഹാം മൽക്കീസേദെക്കിന് എല്ലാറ്റിന്റെയും ദശാംശം നൽകി. മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതൻ ആരാണ്? ത്രിത്വമനുസരിച്ചുള്ള പുത്രനായ ദൈവം യേശുവാണ്. വെളിച്ചമായി വന്ന ദൈവം മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായിരുന്നു. കത്തോലിക്കാ സഭയോടൊപ്പം സൂര്യദേവന്റെ മഹാപുരോഹിതനായ റോമൻ ചക്രവർത്തിയാണ് ഞായറാഴ്ച ആരാധനയും ക്രിസ്തുമസും സ്ഥാപിച്ചത്. എന്നിരുന്നാലും യേശു ഒരിക്കലും അവയെ ആചരിച്ചിരുന്നില്ല, മറിച്ച് അവിടുന്ന് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതനായിരുന്നു. ഏതുതരം ത്യാഗങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? അത് ഹാബേലിന്റെ യാഗത്തിലാണോ കയീന്റെ യാഗത്തിലാണോ? ഇത് മൽക്കീസേദെക്കിന്റെ യാഗത്തിലാണോ അതോ സൂര്യദേവന്റെ യാഗത്തിലാണോ? തീർച്ചയായും മൽക്കീസേദെക്കിന്റെ യാഗത്തിൽ അവിടുന്ന് പ്രസാദിക്കുന്നു. ഇക്കാരണത്താൽ ദൈവം ഈ ഭൂമിയിൽ വന്നത് ഇത് പഠിപ്പിക്കാനല്ലേ? മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. മറ്റ് പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞ ഒരു ആരാധന ദൈവത്തിന് അർപ്പിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നിരുന്നാലും മൽക്കീസേദെക്ക് അതുല്യമായി അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ മത്തായി 26 അധ്യായം 17 വാക്യം എടുക്കുന്നതിലൂടെ പുതിയ നിയമത്തിലെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും നിയമത്തെക്കുറിച്ച് വെളിച്ചമായി വന്ന നമ്മുടെ ദൈവമായ യേശുക്രിസ്തു പഠിപ്പിച്ചതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്നു ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. നമുക്ക് 26 വാക്യത്തിലേക്ക് പോകാം. ഇത് പെസഹ രാത്രിയെക്കുറിച്ചല്ലേ? അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്കു കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്നു പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു. പാനപാത്രത്തിൽ എന്താണുള്ളത്? അത് വീഞ്ഞാണ്. എന്നാൽ ഈ വീഞ്ഞ് ആളുകൾ സാധാരണയായി കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഏതുതരം വീഞ്ഞാണ്? പെസഹ വീഞ്ഞാണിത്. സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്നു കുടിപ്പിൻ. എന്താണ് അവിടുന്ന് പറയുന്നത്? ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അപ്പവും വീഞ്ഞും വഴി മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ വന്ന യേശുക്രിസ്തു അപ്പവും വീഞ്ഞും വഴി എന്ത് നിയമമാണ് സ്ഥാപിച്ചത്? പുതിയ നിയമം എന്നർത്ഥം വരുന്ന സ്പാനിഷ് ബൈബിളിൽ ഇതിനെ നുവേവ പാക്തോ എന്നാണ് പരാമർശിക്കുന്നത്. കൊറിയൻ ബൈബിളിലും ലൂക്കോസ് 22 അധ്യായത്തിൽ പുതിയ നിയമം എന്ന് പരാമർശിക്കുന്നു. ആത്യന്തികമായി പുതിയ നിയമത്തെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിന്റെ സാരാംശമായി കാണാൻ കഴിയും.
മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും വഴി അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ആത്മീയ മൽക്കീസേദെക്കായ യേശുക്രിസ്തു അപ്പവും വീഞ്ഞും വഴി നമ്മെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? യോഹന്നാൻ 6-ാം അധ്യായം അനുസരിച്ച് നാം മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുക? നമുക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുമെന്ന് യേശു പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം. ഈ ഉദ്ദേശത്തിനായാണ് ദൈവം വെളിച്ചമായി ഈ ഭൂമിയിൽ വരികയും വെളിച്ചത്തിന്റെ സത്യം സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നാം സത്യത്തെയും ദൈവത്തെയും വെളിച്ചം എന്ന് വിശേഷിപ്പിക്കുന്നത്. സത്യം ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ടാണത്. അങ്ങനെയെങ്കിൽ വെളിച്ചമായ പുതിയ നിയമത്തിൽ വസിക്കുന്ന ആളുകൾ ആരാണ്? ഇരുളിലുള്ളവർ, അതായത് തിന്മ ചെയ്യുന്നവർ വെളിച്ചത്തെ വെറുക്കുകയും വെളിച്ചത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നു. ആ സവിശേഷതകളാൽ ദൈവം അവരെ വ്യക്തമായി വേർതിരിച്ചു. സ്വർഗത്തിലേക്ക് പോകുന്നവരെയും പോകാത്തവരെയും വേർതിരിച്ചറിയുന്നതിലെ ഒരു പ്രധാന സൂചനയാണിത്. നമുക്ക് ഘടികാരം ഇല്ലായിരുന്നെങ്കിൽ നാം എന്തു ചെയ്യുമായിരുന്നു? സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനം ഇല്ലായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സമയം കടന്നുപോകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമായില്ലായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ആത്മീയ സ്ഥിതി കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. കാലം കടന്നുപോയി, പക്ഷേ അത് തെളിയിക്കാൻ ഒരു ഉപകരണവും ഇല്ല. ഘടികാരം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ, ഓ, ഇതിനകം ഒരു മാസമായോ, ആഗസ്റ്റ് ഇതിനകം കഴിഞ്ഞോ എന്ന് ആളുകൾ പറയുന്നു. അത്തരമൊരു വ്യവസ്ഥ നിലവിലില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രായം പോലും നാം അറിയുമായിരുന്നില്ല. വെളിച്ചമായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി പുതിയ നിയമത്തിന്റെ പെസഹ സ്ഥാപിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടുന്ന് വെളിച്ചത്തിൽ ജീവിക്കുന്നവരെയും ഇരുട്ടിൽ വസിക്കുന്നവരെയും എന്താണ് ചെയ്യുന്നത്? ദൈവം അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് നോക്കാം. നമുക്ക് ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. നമുക്ക് 7-ാം വാക്യം നോക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് 19-ാം വാക്യം നോക്കാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു, ഇതു നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. പുതിയ നിയമത്തിന്റെ പെസഹ അപ്പവും വീഞ്ഞും വഴി ദൈവം മൽക്കീസേദെക്കിന്റെ ക്രമം സ്ഥാപിച്ചു. അബ്രഹാമിന്റെ സമയത്ത് മറ്റു പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തത്താലാണ് യാഗങ്ങൾ അർപ്പിച്ചത്. എന്നാൽ മൽക്കീസേദെക്ക് അബ്രാഹാമിനെ അപ്പവും വീഞ്ഞും കൊണ്ട് അനുഗ്രഹിച്ചു. എബ്രായർ 5-ാം അധ്യായത്തിൽ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായിരിക്കുവാൻ യേശുക്രിസ്തു ദൈവത്താൽ നിയമിക്കപ്പെട്ടുവെന്ന് എഴുതിയിരിക്കുന്നു. വെളിച്ചമായ യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമം പിൻപറ്റുന്നുവെങ്കിൽ നാമും അത് പിൻപറ്റണം. ദൈവം ഇത് നമുക്കുവേണ്ടി സ്ഥാപിച്ചുവെന്ന് പറഞ്ഞതുകൊണ്ട് പാപികളായ നാം പുതിയ നിയമം പാലിക്കേണ്ടതല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ് ശരിയായ രീതി. അത്തരം ആളുകൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം നമുക്ക് കണ്ടെത്താം. നമുക്ക് യിരെമ്യാവ് 31-ാം അധ്യായത്തിലേക്ക് തിരിയാം. 31-ാം അധ്യായം 31-ാം വാക്യം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും. എന്താണ് ഇവിടെ പറയുന്നത്? പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നു യഹോവയുടെ അരുളപ്പാട്.
33 വാക്യത്തിലെ പുതിയ നിയമത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കണ്ടെത്താം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്കു ആരായിരിക്കും, ദൈവമായും അവർ എനിക്കു ജനമായും ഇരിക്കും എന്നു യഹോവയുടെ അരുളപ്പാട്. ദൈവം വെളിച്ചമായതിനാൽ ഞാൻ അവരുടെ വെളിച്ചമായിരിക്കും, അവർ വെളിച്ചത്തിൽ വസിക്കുന്ന എന്റെ ജനമായിരിക്കും എന്നാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പുതിയ നിയമത്തിലുള്ളവരെ ദൈവം അംഗീകരിക്കുന്നത്. ദൈവം യേശുവിനെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി നിയമിച്ചതുപോലെ പുതിയ നിയമത്തിലെ അവരെ എന്റെ ജനം എന്ന് അവിടുന്ന് വിളിക്കുന്നു. ഈ ശീർഷകം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. നാം വെളിച്ചത്തിൽ വസിക്കണം. നാം സ്വർഗീയ പിതാവിലും സ്വർഗീയ മാതാവിലും വസിക്കേണ്ടതല്ലേ? വാക്യം 34. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? അകൃത്യം മോചിക്കും. പുതിയ നിയമത്തിലുള്ളവരുടെ അകൃത്യം അവിടുന്ന് ക്ഷമിക്കും. അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെയെങ്കിൽ ഈ നിയമത്തെ എളുപ്പത്തിൽ നീക്കിക്കളയാൻ സാധിക്കുമോ? വാക്യം 36. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാകാതവണ്ണം മുടിഞ്ഞുപോകും എന്നു യഹോവയുടെ അരുളപ്പാട്. വാക്യം 35. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്നു നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ നിയമം മാറുമോ? അത് ഒരിക്കലും മാറില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെയെങ്കിൽ നാം വെളിച്ചത്തിൽ വസിക്കണമെങ്കിൽ നാം പുതിയ നിയമത്തിൽ, വിശേഷാൽ പെസഹയുടെ സത്യത്തിൽ വസിക്കണം, ശരിയല്ലേ? അതുകൊണ്ടാണ് പുതിയ നിയമം വാഗ്ദത്ത നിത്യാവകാശം സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതെന്ന് എബ്രായർ 9 അധ്യായം പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ അനുവദിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാനമല്ലേ? നമുക്ക് യോഹന്നാൻ 3 അധ്യായം 19 വാക്യം വീണ്ടും നോക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. അവർ എന്താണ് ചെയ്യുന്നത്? അവർ വെളിച്ചത്തിലേക്ക് വരില്ല. എന്തുകൊണ്ടാണത്? കാരണം അവർ വെളിച്ചത്തെ സ്നേഹിക്കുന്നില്ല. അത് അവരുടെ പ്രാകൃതമാണ്. ഇത് 20 വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. വാക്യം 21. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അതു അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുമ്പോൾ അവർ വെളിച്ചമായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ടോ? സത്യത്താൽ ജീവിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. നാം മാതാവായ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവർ മാതാവായ ദൈവമോ, അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർ ചോദിക്കുന്നു. അത് ബൈബിളിൽ ഉണ്ട്. നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. അവർ ഗലാത്യർ 4 ഉൽപ്പത്തിയും വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ആകയാൽ സത്യത്താൽ ജീവിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. തൽഫലമായി അവർ പുതിയ നിയമത്തെയും അതുപോലെ മാതാവായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും സ്വീകരിക്കുന്നു. മറ്റെന്തിനേക്കാളും പിതാവിനെയും മാതാവിനെയും കണ്ടുമുട്ടുന്നത് അവർക്ക് വിലപ്പെട്ടതാണ്. ഇതിലും വലിയ സന്തോഷമില്ല. ഇത് കാണുമ്പോൾ വെളിച്ചത്തിന്റെ മക്കളായ നാം സുവിശേഷം പ്രചരിപ്പിക്കേണ്ടതുണ്ട്. വെളിച്ചത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാവായ ദൈവം എന്ന ലളിതമായ പരാമർശത്തിന് അവരുടെ ഹൃദയങ്ങളിൽ അത്തരമൊരു സ്വാധീനം ചെലുത്താൻ കഴിയും.
വെളിച്ചത്തിൽ വസിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുകയും മൽക്കീസേദെക്കിന്റെ ക്രമമായ പുതിയ നിയമത്തെ അവിടുന്ന് സ്ഥാപിച്ചുവെന്ന് ദൃശ്യപരമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടാതെ നാം വെളിച്ചത്തിന്റെ മക്കളാണോ അതോ പുതിയ നിയമത്തിലെ അന്ധകാരത്തിന്റെ മക്കളാണോ എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. സഹോദരീ സഹോദരന്മാരെ, പിതാവിൽ നിന്നും മാതാവിൽ നിന്നും അതിലും വലിയ സ്നേഹവും അനുഗ്രഹങ്ങളും ലഭിച്ച് നാം എന്നേക്കും വെളിച്ചത്തിൽ വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകളിൽ നിങ്ങൾക്ക് കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.